അധികാരത്തിന് ഒരു പരിധിയില്ലാതായാൽ എന്ത് സംഭവിക്കും? ഇന്ന് നമ്മൾ ആഴത്തിലിറങ്ങി ചെല്ലുന്നത് ആ കഥയിലേക്കാണ്. തന്റെ ശക്തിയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ വിരാജിക്കുകയായിരുന്ന, പ്രപഞ്ചത്തെ തന്നെ വിറപ്പിച്ച രാവണന്റെ കഥയിലേക്ക്. ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. പുഷ്പക വിമാനമെന്ന ആകാശരഥത്തിൽ പ്രപഞ്ചത്തിന് മുകളിലൂടെ പറന്നുപോകുന്ന രാവണൻ. ദേവലോകം, അസുരലോകം, മനുഷ്യലോകം എല്ലാം അദ്ദേഹത്തിന്റെ കാൽ കീഴിലായിരുന്നു. ദേവന്മാരും അസുരന്മാരും എല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ തലകുനിച്ചു. ഭയമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സിംഹാസനം. പക്ഷേ ഈ അപാരമായ ശക്തിക്ക് ഒരു ഇരുണ്ട വശം കൂടിയുണ്ടായിരുന്നു. എപ്പോഴാണ് ഈ അധികാരം ഒരു അനുഗ്രഹമല്ലാതായി ഒരു ശാപമായി മാറുന്നത്? ധാർമ്മികതയുടെ വഴിയിൽ നിന്ന് അത് മാറി നടക്കുമ്പോൾ. അതാണ് ഈ കഥ നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് രണ്ട് തരം ശക്തികളുടെ ഒരു ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് രാവണന്റെ ഭൗതിക ശക്തി, അദ്ദേഹത്തിന്റെ സൈന്യം, ആയുധങ്ങൾ, അഹങ്കാരം. മറുവശത്തോ പ്രപഞ്ച നിയമങ്ങളെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന സപ്തർഷികളുടെ ആത്മീയ ശക്തി. ഒന്ന് ശബ്ദ കോലാഹലങ്ങളുടേതാണെങ്കിൽ മറ്റേത് നിശബ്ദതയുടേതാണ്. ഇതൊന്ന് നോക്കൂ, ഇത് ശരിക്കും രസകരമാണ്. രാവണന്റെ പവർ എവിടുന്നാ വരുന്നത്? വരങ്ങളിൽ നിന്നും, യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയതിൽ നിന്നും. നേരെ മറിച്ച് സപ്തർഷികളുടെ ശക്തിയോ അതവരുടെ തപസ്സിൽ നിന്നും, ധർമ്മത്തിൽ അടിയുറച്ച ജീവിതത്തിൽ നിന്നുമാണ് വരുന്നത്. ഒന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ മറ്റേത് ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നു. അത്രൈ, വസിഷ്ഠൻ, കശ്യപൻ, വിശ്വാമിത്രൻ, ഈ പേരുകൾ കേൾക്കുമ്പോൾ ഇവരെ നമ്മൾ വെറും ജ്ഞാനികൾ എന്ന് മാത്രം കണ്ടാൽ പോരാ. അവർ ആരായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ടല്ലോ, ഒരു കോസ്മിക് ഓർഡർ. അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന്റെ കാവൽക്കാരായിരുന്നു ഇവർ. അപ്പോ കഥയുടെ ഈ ഭാഗത്തേക്ക് വരാം. രാവണൻ തന്റെ ദിഗ്വിജയമൊക്കെ കഴിഞ്ഞ് ലോകം മുഴുവൻ കാൽ കീഴിലാക്കിയതിന്റെ ഒരു ലഹരിയിലാണ്. പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ പറന്നു പോകുമ്പോ അദ്ദേഹം മേരുപർവ്വതത്തിന് മുകളിലെത്തി. അവിടെ ഈ ലോകത്തിലെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് മാറി ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സപ്തർഷികളെ അദ്ദേഹം കാണുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ലോകം മുഴുവൻ, ദേവന്മാര് പോലും രാവണൻ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ്. അങ്ങനെയുള്ള താൻ മുന്നിൽ വന്നിട്ട് ഈ 7 ഋഷിമാർ കണ്ണുപോലും തുറക്കുന്നില്ലേ? ഇത് രാവണന്റെ ഈഗോയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതൊരു അപമാനമായി, ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ രാവണൻ എന്തു ചെയ്തു? ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ച കാര്യമല്ല, മനഃപൂർവ്വം ചെയ്ത ഒന്നാണ്. ആദ്യം അവരെ ബഹുമാനിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എന്നിട്ടോ തന്റെ പുഷ്പക വിമാനം നേരെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ആ ധ്യാനത്തെ തകർക്കുന്ന രീതിയിൽ പറത്തി, പൊടിയും ഇലകളും എല്ലാം പറത്തി ആകെ ബഹളമാക്കി. അതിന്റെ പിന്നിലെ മെസ്സേജ് എന്തായിരുന്നു? നിങ്ങൾ എത്ര വലിയ ആളുകളാണെങ്കിലും നിങ്ങളുടെ വിശുദ്ധി പോലും എന്റെ അധികാരത്തിന് താഴെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ. രാവണൻ തന്റെ ശക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ച പ്രതികരണമല്ല അവിടെ ഉണ്ടായത്. പകരം അവിടെ നിറഞ്ഞത് ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റിന് തൊട്ടുമുമ്പുള്ള ആ ഒരു ശാന്തതയില്ലേ, അതുപോലെ. അവർ ദേഷ്യപ്പെട്ടില്ല, ഒച്ച വെച്ചില്ല, ആയുധങ്ങൾ എടുത്തില്ല. അവർ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്. ഭയപ്പെടുത്തുന്ന ഒരു ശാന്തതയോടെ അവർ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് കോപമല്ല, സത്യത്തിന്റെ അഗ്നിയായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, രാവണൻ അപമാനിച്ചത് അവരെയല്ല, പ്രപഞ്ച നിയമമായ ധർമ്മത്തെ തന്നെയാണ്. അങ്ങനെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശാപം പുറത്തുവന്നു. ആ വാക്കുകൾക്ക് പ്രപഞ്ചത്തിന്റെ തന്നെ ഭാരമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, രാവണ, നിന്റെ ഈ അഹങ്കാരത്തിന്റെ പ്രതീകമായ വാഹനം എപ്പോഴാണോ ഒരു നല്ല കാര്യത്തിന്, ഒരു ധാർമ്മികമായ ലക്ഷ്യത്തിനു വേണ്ടി നീ ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, അന്ന് ഇത് നിന്നെ പരാജയപ്പെടുത്തും. ഇത് അനങ്ങാതെ നിൽക്കും. ധാർമ്മികതയില്ലാത്ത ശക്തി ഒരു തടവറയാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനായി. അപ്പോ ശാപം ഫലിച്ചു. പക്ഷേ എങ്ങനെ? രാവണൻ അവിടെ വെച്ച് മരിച്ചു വീണില്ല. അതിലും ആഴത്തിലുള്ളൊരു ശിക്ഷയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എപ്പോഴാണോ ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത്, അപ്പോഴെല്ലാം അത് അദ്ദേഹത്തെ കൈവിട്ടു. ഇവിടെയാണ് നമ്മൾ ധാർമ്മിക ലക്ഷ്യം എന്ന ആശയം മനസ്സിലാക്കേണ്ടത്. അതായത് നന്മയും നീതിയും ശുദ്ധമായ ഉദ്ദേശവും ഉള്ള ഒരു പ്രവൃത്തി. ശാപം എന്തായിരുന്നു? പുഷ്പക വിമാനം അങ്ങനെയുള്ള ഒരു കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ രാവണന്റെ ഹൃദയം അധർമ്മം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ അത്ഭുതരഥം വെറും ഒരു ചലിക്കാത്ത വസ്തുവായി മാറി. അതിനെ മുന്നോട്ട് നയിച്ചത് ഇന്ധനമല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയായിരുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. രാവണന്റെ ഭാര്യ മണ്ഡോദരി. ഭർത്താവിന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഒരു പുണ്യയാത്ര പോകണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ടായി. ഇതൊരു ശുദ്ധമായ ധാർമ്മികമായ ലക്ഷ്യമല്ലേ? രാവണൻ സമ്മതിച്ചു. പുഷ്പക വിമാനത്തെ വിളിച്ചു. എന്ത് സംഭവിച്ചു? അത് ഒരടി പോലും മുന്നോട്ട് ചലിച്ചില്ല. ശാപം എത്ര കൃത്യമായിരുന്നു എന്ന് നോക്കൂ. അപ്പോ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് വെറുമൊരു പഴയ കഥയല്ല,
അധികാരവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇന്നും പ്രസക്തമായ ഒരു വലിയ പാഠമാണ്. ഇവിടെയാണ് അധർമ്മം എന്ന വാക്ക് വരുന്നത്. ധർമ്മത്തിന്റെ നേരെ വിപരീതം, അതായത് അനീതി, അഹങ്കാരം, പ്രപഞ്ച നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവൃത്തികൾ. ഇതിനെ നമുക്ക് ഒരു തരം ആത്മീയ രോഗം എന്ന് വിളിക്കാം. ഈ രോഗം രാവണന്റെ ഉള്ളിൽ പതുക്കെ പടർന്നു പിടിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയെയും വിവേകത്തെയും അത് ഇല്ലാതാക്കി. അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമതായി, അധികാരം എന്നത് സ്വയം നല്ലതോ ചീത്തയോ അല്ല, അതൊരു ഉപകരണം മാത്രമാണ്. നമ്മുടെ ഉദ്ദേശമാണ് അതിനെ നല്ലതോ ചീത്തയോ ആക്കുന്നത്. അധർമ്മത്തിന്റെ വഴി തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ആത്മാവിനെ തന്നെ തളർത്തിക്കളയും. അവസാനം എത്ര വലിയ ഭൗതിക ശക്തി ഉണ്ടായാലും ഉള്ളിന്റെ ഉള്ളിൽ തകർന്നൊരാളെ രക്ഷിക്കാൻ അതിന് കഴിയില്ല. ഇതിലെ ഏറ്റവും വലിയൊരു ഐറണി എന്താന്ന് വെച്ചാല്, രാവണന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമായിരുന്ന പുഷ്പക വിമാനം അവസാനം അദ്ദേഹത്തിന്റെ ആത്വികമായ പരാജയത്തിന്റെ ഒരു സ്മാരകമായി മാറി. ലോകം മുഴുവൻ കീഴടക്കിയ രാജാവ് തന്റെ സ്വർണരഥത്തിൽ അനങ്ങാൻ കഴിയാതെ ഒരു തടവുകാരനെ പോലെയായി. അവസാനം ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ആത്മാവിന് സമാധാനം നൽകാൻ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു സ്വർണരഥം ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.